കൃത്യം 2:05 തന്നെ വണ്ടി എടുത്തു കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് പൊടന്നൂർ ജംഗ്ഷനിലെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. നമ്മളിന്ന് പോകുന്നത് പാലക്കാടേക്കാണ് കേട്ടോ. 1660 കണ്ണൂർ എക്സ്പ്രസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഒരാൾക്ക് പൊടന്നൂർ ജംഗ്ഷൻ തൊട്ട് പാലക്കാട് ജംഗ്ഷൻ വരെ വരുന്ന ടിക്കറ്റ് ചാർജ് 35 രൂപയാണ്. അതായത് വെറും 35 രൂപയ്ക്ക് നമുക്ക് പാലക്കാടേക്ക് എത്താം, അതും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട്. സമയം ഇപ്പോൾ 2:13 കഴിഞ്ഞിട്ടോ. നമ്മളിപ്പോൾ മധുക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മധുക്കരൈ ഇവിടെ അങ്ങനെ ആളുകളൊന്നും കാണുന്നില്ല കേട്ടോ. കണ്ടിട്ട് അങ്ങനെ തിരക്കൊന്നും ഇല്ലാത്ത സ്റ്റേഷനാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ മധുക്കര റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ട് കൊണ്ടിരിക്കുകയാണ്. പതുക്കെ നഗരത്തിൻ്റെ തിരക്കുകൾ മാറി നമ്മൾ പ്രകൃതിയിലേക്ക് കടക്കുകയാണ്. ഇതാ സമയം ഇപ്പോൾ 2:18 അടുത്ത സ്റ്റേഷൻ വരുന്നത് എട്ടിമട റെയിൽവേ സ്റ്റേഷനാണ്. അതാണ് ഈ ലൈനിൽ വരുന്ന തമിഴ്നാട്ടിലെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇതാ ഇപ്പോൾ സമയം 2:24 നമ്മളിപ്പോൾ എട്ടിമട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഈ ഒരു ക്രോസിങ്ങിന് വേണ്ടി നമ്മൾ ട്രെയിൻ കുറച്ച് നേരമായിട്ടോ ഇവിടെ ലൂപ്പ് ലൈൻ ഇട്ടിട്ട്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഫുള്ളും അടിപൊളി കാഴ്ചകളായിരിക്കും കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീസണിലും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളാട്ടോ. അതായത് വിൻ്ററിലും സമ്മറിലും അതുപോലെ തന്നെ റെയിനി സീസണിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുക. ഒരു ഡീസൽ എഞ്ചിനാണ് കേട്ടോ ഈ വരുന്നത്. ആ ദൂരെ കാണുന്നതാണ് കേട്ടോ നമ്മളെ പശ്ചിമഘട്ട മലനിരകൾ. എന്തൊരു രസമാണ് നോക്കിയേ. താഴത്ത് ഫുള്ള് പച്ചപ്പാടം, മുകളിൽ നീലാകാശം, മേഘങ്ങളൊക്കെ ആ പർവ്വതത്തിൽ തട്ടി നിൽക്കാൻ തോന്നുന്നുണ്ട്. ഒരു പ്രത്യേക യാത്രാനുഭവം തന്നെ കേട്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഫുള്ള് പച്ചപ്പായിരിക്കും, എവിടെ നോക്കിയാലും പച്ചപ്പായിരിക്കും. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കൊണ്ട് നമ്മളിപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൃത്യം 1 മണിക്കൂർ 5 മിനിറ്റുമാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളത്.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.